ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സോൾ കോൺട്രാക്റ്റ് എന്തിനാണ് നിങ്ങൾ ഇവരെ കണ്ടുമുട്ടിയത്. ഇപ്പോൾ നിങ്ങൾ അവരുമായിട്ട് തീർത്തും അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഫ്യൂച്ചർ അവരുമായിട്ട് നിങ്ങൾക്കുണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൈൽസ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ ഇതിൽ വരുന്ന വ്യക്തികളുടെ എനർജി നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതിന്റെ ഓവറോൾ ഒരു എനർജി എല്ലാം അറിയാനായിട്ട് നമുക്ക് ഇവിടെ 2-3 ഡെക്സ് എടുത്തു നോക്കാം. ഫസ്റ്റ് ഒരു ഓറാക്കിൾ ഡെക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ തന്നെ ഒരു എനർജി കിട്ടാനായിട്ട് നിങ്ങൾ അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് അതുപോലെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ റീഡിങ് ചെയ്യുമ്പോഴും നമുക്ക് പല പല എനർജികളായിരിക്കും കയറി വരിക. അതായത് നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല തരത്തിൽ എനർജി വേരിയേഷൻസ് ഉള്ള പലതരം ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് അട്രാക്റ്റഡ് ആവുന്നത് ആ ഒരു എനർജി ആയിരിക്കും കയറി വരിക. അതുപോലെ തന്നെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കുന്നവര് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നവര്, അങ്ങനെ ഒരുപാട് എനർജീസ് നമ്മളിലുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അതിന് റെസനേഷൻ ഉണ്ടോ, നിങ്ങളുടെ ലൈഫുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ആ ഒരു സ്പ്രെഡിൽ കാണുന്ന ക്ലൂസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലൂസും സിറ്റുവേഷനും ഒക്കെ നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് ബലമായിട്ട് അടിച്ചേൽപ്പിക്കരുത്. ചിലവരത് അവർ വിചാരിച്ച ഒരു വ്യക്തിനെയും കൊണ്ടായിരിക്കും വരിക, മനസ്സിലൊരാളെ അവർ വിചാരിക്കും. പക്ഷെ വരുമ്പോൾ വേറെ എന്തെങ്കിലും ആകുമ്പോൾ അവർ ഉടനെ അത് അവരുടെ അതിന് മുൻപുള്ള ഒരു എനർജിയോ അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഒരു എക്സൊക്കെ ആയിട്ട് അവർ സങ്കല്പിക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആരുടെ എനർജിയാണ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്, ആ വ്യക്തിയായിട്ടുള്ള യാതൊരു റിസംബ്ലൻസും റീഡിങ്ങിന് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതല്ല, വിട്ടേക്കുക. അല്ലാതെ ഫോഴ്സ് ചെയ്ത് അടിച്ചേൽപ്പിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പലതരത്തിലുള്ള ആൾക്കാരുടെ എനർജീസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടേതാണെങ്കിൽ മാത്രം അത് അതിന്റെ ആ ഒരു റീഡിങ്സ് ഫ്യൂച്ചറൊക്കെ നിങ്ങളുടേതായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിരിക്കണം, അല്ലെങ്കിൽ അതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ജീവിത സാഹചര്യം അതായിരിക്കണം ഇതിൽ വരേണ്ടത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്. ഒരു കാർഡും കൂടി നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഓക്കെ. നമുക്കിനി നെക്സ്റ്റ് ഡെക്ക് എടുത്ത് നോക്കാം. അഡ്വഞ്ചർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് വൺ മോർ. ഓക്കെ, ഇന്റഗ്രേഷൻ. ഇനി നമുക്ക് ടാരറ്റ് ഡെക്കും കൂടി എടുക്കാം.
Magician, the Tower, Two of Swords, Seven of Wands, Ace of Swords, King of Swords, Death card, Ten of Pentacles, Eight of Swords, the Lovers card, Seven of Cups, and the last one, okay, Three of Wands. At the bottom, Judgment. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ എന്താണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടിയത് എന്തിനു വേണ്ടിയാണ്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കോൺട്രാക്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇതെല്ലാമാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കാർഡ്സിന്റെ സ്പ്രെഡ് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 3 ഡെക്സിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ടാരറ്റ് റീഡിംഗ് ആണ്. അപ്പൊ ആ ഒരു റീഡിംഗ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉള്ള ഒരു സ്റ്റോറി വായിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയിലാണ് ഇതിന്റെ കാർഡ്സ് വന്നിരിക്കുന്നത്. കാർഡ്സ് വെച്ചിട്ട് സ്റ്റോറി വായിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും, അതായത് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പുരുഷനും സ്ത്രീയും ഒരു ഡിവൈൻ മെസ്ക്യുലിൻ ഡിവൈൻ ഫെമിനിൻ എനർജിയിലുള്ള വ്യക്തികളാണ്. കാരണം നിങ്ങളെ ദൈവം ചേർത്ത് വെച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഡിവൈൻ ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രണയ ജോഡികൾ തന്നെയാണ് നിങ്ങൾ. ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും എന്താ പറയാ ശക്തമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ നിങ്ങൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പരസ്പര സ്നേഹം കൊടുക്കാതിരിക്കുക, ഒരു ലോസ് അവിടെ വരിക, ഇമോഷണൽ ലോസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതവിടെ വരിക. അതായത് ആ ഒരു ബന്ധത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അങ്ങനെ തന്നെ പറയാം. ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പവിത്രത, ആ ദൈവം ചേർത്ത് വെച്ച് നന്നായി പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് മോശപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ രണ്ടു പേർക്ക് പങ്കുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ഒരാളായിരിക്കാം മുൻപിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ആ ഒരു പഴയ ലൈഫിൽ നിങ്ങൾ ആ ചെയ്ത് വെച്ച കാര്യങ്ങൾ, അതിന്റെ തീരാത്ത കർമ്മ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ജന്മത്തിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ലൈഫിൽ കണ്ടുമുട്ടിയത്. ഒരുപക്ഷെ നമ്മളുടെ ലൈഫിൽ നമുക്ക് 2-3 നിയോഗങ്ങൾ ഉണ്ടാവാം. ചിലവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിരിക്കും ഉണ്ടാവുക. അത് നമ്മളെ ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ പാസ്റ്റ് ലൈഫ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ആ നിയോഗങ്ങൾ വന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റ് ലൈഫിൽ ചെയ്തു പോയ തെറ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു ഡിവൈൻ പവറിനോട് കാണിച്ച, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമുക്ക് തന്ന ആ ഒരു ഡിവിനിറ്റിയോട് കാണിച്ച തെറ്റ്, അതിൻ്റെയൊക്കെ ശിക്ഷ നമ്മളിവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരും, അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ലൈഫിൽ ഇവരെ കണ്ടുമുട്ടാനും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് നേരിടാനൊക്കെ ആയിട്ട് വരുന്ന സാഹചര്യം ഇതാണ്. അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ കാർഡാണ് നമുക്ക് മറ്റൊരു ഒറാക്കിളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ. അപ്പോൾ ഇവിടെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ വന്നു ചേർന്നപ്പോൾ ഇതിലുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോ ഡിപ്പെൻഡൻസി എന്ന് പറയാം. അതുപോലെ പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഇനി ഇതിന് പകരം മറ്റൊരാളില്ല എന്ന് കരുതി സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും.
നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇല്ലാതെ പറ്റില്ല. അങ്ങനെയുള്ള പേഴ്സൺസിന്റെ എനർജിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ അയ്യോ എന്റെ പേഴ്സൺ അങ്ങനെ അല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ സ്കിപ്പ് ചെയ്തോ, നിങ്ങളുടെ റീഡിംഗ് അല്ല ഇത്. അങ്ങനെ വന്നിട്ടുള്ള, അതായത് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും പരസ്പരം പകരം വെക്കാൻ മറ്റാരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു റിലേഷൻഷിപ്പിൽ, എങ്കിൽ അത് അവരുടേതാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ദൈവം തന്നിട്ടുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇവര് പിന്നീട് നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വേണം നിങ്ങൾ പാഠം പഠിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലൈഫ് ഈസ് ലൈക്ക് ആൻ അഡ്വഞ്ചർ എന്ന് പറയുന്ന പോലെയാണ്. അതായത് നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും സ്നേഹം തന്ന് നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം തന്നെയാണ്. കാരണം നമുക്കിവിടെ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. നിങ്ങൾ പോലും ഓർക്കാതിരിക്കുമ്പോൾ പടയെന്നും പറഞ്ഞായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത്രയും സ്നേഹം തന്ന് ഇനി എനിക്ക് ഇതിന് പകരം ആരും ഇല്ല, അല്ലെങ്കിൽ ആരും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചവിടുത്ത് നിന്നാണ് ഈ പേഴ്സൺ പോയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടിയതെല്ലാം ഒരു ദിവസം ഇല്ലാണ്ടാവുമ്പോൾ, എല്ലാ ഹ്യൂമൻ ബീങ്സിനും അങ്ങനെയാണ്, നമുക്കത് സഹിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും ഒരു കെയർ, പരിഗണന, അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ട് പോകുന്ന വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളില്ലാതെ അവർക്കൊരു ലോകമില്ല, നമ്മളാണ് എല്ലാം എന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം. അത്രയും നമ്മൾ അതിലേക്ക് ആകർഷിച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ ഇരിക്കുന്നിടത്തു നിന്നാണ് പെട്ടെന്ന് ഒരു ദിവസം പോവുക. അപ്പൊ നിങ്ങൾ ആ ഒരു ഇൻസെക്യൂരിറ്റി, പെട്ടെന്ന് നമ്മൾ ഈ ഒരു പിക്ചറിൽ കണ്ടതുപോലെ ഒരു വലിയ വനത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയൊരു കുട്ടി എന്താ ചെയ്യുക, ഇനിയിപ്പോ മുൻപോട്ട് കാണുന്ന വഴി നടക്കുക തന്നെ, ആ ഒരു രീതിയിലേക്കാണ് ഇവിടെയുള്ള വ്യക്തികൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ വേണം നിങ്ങൾ എത്താൻ എന്നുള്ളതാണ് നിങ്ങളുടെ നിയോഗം. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തു പോയ ആ ഒരു ബാഡ് കർമ്മയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഡേഞ്ചർ സർക്കംസ്റ്റാൻസസ് ഒക്കെ നിങ്ങൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഇന്റഗ്രേഷനിലും. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പരസ്പര പൂരകങ്ങളായിട്ടുള്ളതെന്ന് പറയില്ലേ. അതായത് എന്താ പറയാ, കറുപ്പ് വെളുപ്പ്, അതുപോലെ സ്ത്രീ പുരുഷൻ, ജനനം മരണം, ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ മറ്റൊന്ന് തീർച്ചയായിട്ടും പുറകെ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതില്ലേ, അതുപോലെയാണ് നിങ്ങൾ രണ്ടുപേരും. അതായത് ഇവിടെയുള്ള ഈ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ ആ പുരുഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ നേരെ തിരിച്ചു, അവിടെയുള്ള ആ ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ഉണ്ടാവണം. നിങ്ങൾ അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അങ്ങനെയാണ് നിങ്ങളെ സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ കാണുന്നില്ലേ, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഈഗിൾ ഉണ്ട്, സ്വാൻ ഉണ്ട്. അതായത് രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ഒന്നിക്കുകയാണ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പോലെ ഒന്നിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഒരു വേർപെടൽ ഇവിടെ അനിവാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ആ ഒരു പാസ്റ്റ് ലൈഫിൽ ആരാണോ കൂടുതൽ ഇതിലൊരു പെയിൻ അനുഭവിച്ചത്, ആ വ്യക്തിയായിരിക്കും ഈ ഒരു ലൈഫിൽ ആ ഒരു പെയിൻ മറ്റേ ആൾക്ക് കൊടുക്കുക. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിവിടെ കൂടുതൽ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ അവിടെ കുറച്ച് കർമാസ് നിങ്ങളുടെ ബാക്കിയുണ്ട്. അത് നിങ്ങൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കാർഡ് കാണുന്ന പോലെ മജീഷ്യൻ, നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ആ മജീഷ്യന്റെ ഒരു എനർജിയാണ്. അതായത് എല്ലാം നിങ്ങൾക്കുണ്ട്, എനിക്ക് ഇനി വേറെ ഒന്നും ബാക്കിയില്ല, ഒരു സ്വർഗത്തിലെത്തിയ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അത്രയ്ക്ക് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ എൻജോയ് ചെയ്ത് എല്ലാം, ഈ മജീഷ്യന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. പെന്റിക്കിൾസ് ഉണ്ട്, കപ്സ് ഉണ്ട്, വാൺസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതേ സോഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഞാൻ പറയാറുണ്ട് ഇൻഫിനിറ്റി സിമ്പിളാണ്. അതായത് അനന്തമായിട്ട് നമുക്കിനി വേറെ ഒന്നും വേണ്ട, മതി എന്നുള്ള അത്രയ്ക്ക് ഇതിലായിട്ട് നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നിങ്ങളെ ഈ ടവറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിലുള്ള ഒരാള് രണ്ട് വഴി സെലക്ട് ചെയ്ത് തന്നെ പോയിട്ടുള്ളതാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാർഡിലൂടെ കൺവേ ചെയ്ത് പറയുന്നുണ്ട്. രണ്ട് വഴി ചൂസ് ചെയ്തിട്ട് അതിലൊരു വഴി ബെറ്റർ എന്ന് തെരഞ്ഞെടുത്ത് പോയതാണ് നിങ്ങളുടെ മറ്റേ പേഴ്സൺ. എന്തായാലും നിങ്ങളല്ലല്ലോ ആ വഴി തെരഞ്ഞെടുത്ത് പോയത്. കാരണം നിങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ റീഡിങ് കാണില്ല. അപ്പൊ പോയിട്ടുള്ളത് ആ വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാക്സിമം പൊരുതി നിന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളെ കൊണ്ട് എടുക്കാവുന്നതിനേക്കാളും മാക്സിമം ഡിഫൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലവർ വേണമെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി പൊരുതിയിട്ടുണ്ടാവാം. അത്രയധികം സ്ട്രഗിൾ ഇതിനകത്ത് കാണുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഇതിനകത്തൊരു ഫലമില്ല. കാരണം ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആണ്. അതായത് ഈ ഒരു നമ്മളുടെ ഇതിൽ വന്നിരിക്കുന്ന രണ്ട് പേഴ്സൺസ് ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
ഒരു സിംഗിൾ കോണ്ടാക്ട് പോയിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും തീർത്തും രണ്ട് അന്യ വ്യക്തികളായിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് എല്ലാമായിരുന്ന രണ്ട് വ്യക്തികൾ ഇന്ന് തീർത്തും രണ്ട് അപരിചിതർ. അതാണ് ഇപ്പൊ നിങ്ങളെ പറ്റി പറയാനുള്ളത്. അങ്ങനെയുള്ള വ്യക്തികളുടെ സ്പ്രെഡാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരാള് വളരെയധികം പെയിൻ അനുഭവിക്കുന്നു അല്ലെങ്കിൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ മറ്റേയാള് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയതിനു ശേഷം ആ ഒരു വ്യക്തി അവർക്ക് ചെന്ന സ്ഥലത്ത് കുറച്ച് എവിഡൻസ് ഒക്കെ കിട്ടി. അതുപോലെ അവർ നിങ്ങളുടെ കാര്യത്തിൽ അത്ര വലിയ ഇതൊന്നും കാണിച്ചിട്ടില്ല. അവർ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇമോഷൻസ് ഒക്കെ അടക്കി പിടിച്ച് അവരവരുടെ ആ ഒരു എന്താ പറയാ ഇന്റഗ്രിറ്റി ഒന്നും കൈവിടാതെ അവരവിടെ തന്നെ ഇരിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ ഇവര് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അവരോടൊന്ന് ബെഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്നു ആ ഒരു പോയ വഴിയിൽ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ആകെ അവിടെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. നമ്മളിവിടെ കണ്ട ആ ഒരു 8 of Swordsന്റെ എനർജി പോലെ നിങ്ങൾക്ക് അറിയില്ല എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു എനർജി. അവരവിടെ ചെന്നിട്ട് മേ ബി ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ പോയവരായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആരെങ്കിലും സ്വാധീനിച്ച് അങ്ങനത്തെ ഒരു വഴിയിലേക്കായിരിക്കണം അവർ പോയിട്ടുള്ളത്. അതായത് ഒരുപാട് എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതലും ഒരു 90% ഇതിൽ വന്നിരിക്കുന്ന വ്യക്തികൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. കുട്ടികളും ഒക്കെയുള്ള ഫാമിലി ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഫാമിലി മാൻ ആയാലും ഫാമിലി വുമൻ ആയാലും അങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവര് ആ ഒരു ഇതിലേക്കാണ് ഇറങ്ങി പോയിട്ടുള്ളത്. അവരുടെ ഒരു സന്തോഷമൊക്കെ നോക്കിയാണ് അവർ പോയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഇവിടെ തീരുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ സ്പിരിച്വലി എവേക്കൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവണം ചിലപ്പോൾ ഈ ഒരു സമയത്ത്. എനിക്ക് എന്തോ ചെയ്ത് തീർക്കാനുണ്ട്, എന്തോ നിങ്ങൾ മനസ്സുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്, എന്തോ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാട്ടോ. കാരണം എനിക്കിവിടെ അങ്ങനെ തോന്നുന്നുണ്ട്. എന്തോ നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ ആ ഒരു പാത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരേണ്ട ഒരു സമയമുണ്ട്. അതുപോലെ നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു വഴിയുണ്ട്. ആ വഴി എന്ന് വെച്ചാൽ ഒന്നായിരിക്കണം. രണ്ടുപേരും ഇനി ചേരുന്ന വഴി എന്ന് പറയുന്നത് ഒരൊറ്റ വഴിയായിരിക്കണം. പക്ഷെ ആ വഴിയിലേക്ക് നിങ്ങൾ നടന്ന് കയറിയിട്ടുണ്ട്, അവർ കയറിയിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോഴും അവർക്ക് ചോയ്സസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള കറക്റ്റ് ടൈം ആയിട്ടില്ല. അവർക്ക് അതിനുള്ള ബുദ്ധി ഉദിച്ചിട്ടില്ല. അവരിപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, കഴിഞ്ഞ ജന്മത്തിലും ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയത് കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ ജന്മത്തിൽ ഇവരാണ് പോകുന്നത്. സുഖങ്ങളും സൗകര്യങ്ങളും പണവും അങ്ങനെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള പേരായിരിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി, അതായത് ലൗകികമായിട്ട് നമ്മൾ എന്തിനൊക്കെ വില കൊടുക്കുന്നോ അതൊക്കെ നോക്കിക്കൊണ്ട് പോയിരിക്കുന്നത് ഇവരാ. അവർക്ക് ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റിയിട്ടുമില്ല. അവർ ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കുകയാണ്. കൺഫ്യൂസ്ഡ് ആണ് അവർ. അല്ല, അവരിപ്പോഴും നിങ്ങളുടെ ആ വഴിയിലേക്ക് നടന്ന് കയറിയിട്ടില്ല. ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യഥാർത്ഥ ടാരറ്റിൻ്റെ ഇത് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വഴിയിലേക്ക് അവർ വരാനായിട്ട് സമയമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളെ കാണുന്നത്, നിങ്ങളിവിടെ നിങ്ങളുടെ എനർജിയാണിത്. ഈ ഒരു വെയിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിവിടെ വളരെ ശക്തമായിട്ട് ഈ ഒരു പേഴ്സണെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു ദൈവവിധിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് വേണം, നിങ്ങൾ തമ്മിൽ ഒരുമിക്കണോ, നിങ്ങൾ ഇനി എപ്പോൾ ഒന്ന് ചേരും എന്നുള്ളത് നമ്മൾക്ക് ഹൈഡിങ് ആണ് ഇവിടെ കാർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിധി വന്നിരിക്കുന്നത് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന 2 പേര്. അത് നിങ്ങളുടെ കർമാസ് എപ്പോൾ ക്ലിയർ ആവും അപ്പോഴേ നിങ്ങൾക്ക് ഒന്ന് ചേരാൻ പറ്റൂ. അപ്പോഴാണ് ആ ഒരു ദൈവവിധി പൂർത്തിയാവുന്നത് എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഷുവറിറ്റി കിട്ടും, നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കാസർഗോഡ് 29 മെയ്
January. The letter D. Letter S. June month. October month. Trivandrum. The number 26. Letter A. Number 1. 14. 4. September month. Sagittarius. Letter F. O. Number 9. Number 19. Number 8. And the last, Libra zodiac sign. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അപ്പോൾ ക്ലൂസ് മാത്രമല്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം റെസനേറ്റ് ആവുന്നുണ്ടോ, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇതുപോലെയൊക്കെ തന്നെയാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഓർക്കുക. അതേപോലെ തന്നെ ഈ ക്ലൂസും ഒക്കെ മാച്ച് ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുള്ളത് നിങ്ങളിവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റും, പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് 101% ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലാണ്. അവരിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോയ്സസ് ഉണ്ട്, നിങ്ങളിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടില്ല. അവരൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഇപ്പോഴും. പക്ഷേ ആ ഒരു ഡിവൈൻ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു പാത്തിലേക്ക് എപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്തിച്ചേരുന്നോ അതാണ് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം. അപ്പൊ അതിനായിട്ട് ഒരു ജഡ്ജ്മെന്റ് പീരീഡ് ഉണ്ട്. അത് ഡിവൈൻ്റെ കൈകളിലുള്ള കാര്യമാണ്. അത് യൂണിവേഴ്സ് തീരുമാനിക്കുക എന്ത് വേണം എന്നുള്ളത്. അവിടെ നിങ്ങളുടെ കർമാസ് ക്ലിയർ ആയിരിക്കുക, അതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ഏത് വഴിയിലോ ആയിക്കോട്ടെ, സമയം വരുമ്പോൾ അവർ നിങ്ങളുടെ വഴിയിലേക്ക് വന്നോളും. പക്ഷെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കർമാസ് മാക്സിമം ക്ലിയർ ആക്കാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് പീസ്ഫുൾ ആക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റീഡിങ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.